നമ്മുടെ യൂത്തിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം, എന്റെ മക്കളെ ഈ ഡ്രഗ്സിലൊന്നും അല്ല ലഹരി നിൽക്കുന്നത്. ലഹരി എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുക, ആ ബ്രാൻഡിന്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ബ്രാൻഡ് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ കിട്ടുന്ന ഒരു കിക്കില്ലേ, അതാണ് യഥാർത്ഥ ലഹരി. കൂട്ടുകാരെ, പ്ലംബിംഗ് എന്ന മഹാവിസ്മയ പ്രപഞ്ച ലോകത്തിലേക്ക് സ്വാഗതം. പ്ലംബിംഗ് അത് വല്ലാത്തൊരു ലോകമാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. ശരിക്കും അതൊരു കലയാണ്. അത് ചെയ്യുന്നവരൊരു കലാകാരനും. കൂലിപ്പണിക്കാരൻ എന്ത് കലാബോധം, എന്ത് അനുഭൂതി എന്നറിയണമെങ്കിൽ ആദ്യം പ്ലംബിംഗ് എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥമറിയണം. നീ കണ്ട അനുഭവങ്ങളല്ല യഥാർത്ഥ പ്ലംബിംഗ് വർക്കിന്റെ അനുഭവങ്ങൾ. ലക്ഷക്കണക്കായ ടെക്നീഷ്യന്മാരുടെയും ഹെൽപ്പർമാരുടെയും പ്ലംബിംഗ്, കച്ചവടക്കാരുടെയും ടാർഗറ്റ് തികക്കാൻ കഷ്ടപ്പെടുന്ന സെയിൽസ്മാൻമാരുടെയും കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്ന സാധാരണക്കാരന്റെയും പ്ലംബിംഗ്, പാതിരാത്രിയിൽ പൊട്ടിയ പൈപ്പ് പൊട്ടിക്കാൻ വിളിച്ചാൽ നോ എന്ന് പറയാത്തവന്റെ പ്ലംബിംഗ്, വാങ്ങിയ സോൾവെന്റ് തികഞ്ഞില്ല എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നീ അത് കുടിച്ചോ എന്ന് ചോദിക്കുന്ന മുതലാളിയുടെ പ്ലംബിംഗ്, കുടുംബത്തിന് ഒരു നേരം അന്നം വാങ്ങാൻ രാവെളുക്കോളം കഷ്ടപ്പെടുന്ന സാധാരണക്കാരന്റെ പ്ലംബിംഗ്, വാട്ടർ വാങ്ങി തന്നാൽ പണി പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ആശാന്മാരുടെ പ്ലംബിംഗ്. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം.